അപ്പോൾ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഈ ഫോൺ വാങ്ങിയിട്ട് ഏകദേശം 1 മാസം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫോൺ എടുത്തതിന് ശേഷം ഇപ്പോൾ ഇത് 3ാമത്തെ വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നമ്മൾ ഒരു 30 ദിവസം ഉപയോഗിച്ചതിന് ശേഷം നമുക്ക് തോന്നിയ കാര്യങ്ങളാണ് പറയുന്നത് വീഡിയോയിൽ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഫോൺ കയ്യിലെടുക്കുമ്പോൾ എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇതിന് നമുക്ക് സ്ക്രീനിൻ്റെ സൈസ് വരുന്ന 6.9 ഇഞ്ചിൻ്റെ LTPO പാനലാണ് ഇതിനകത്ത് വരുന്നത്. AMOLED സ്ക്രീനാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് കയ്യിൽ ഹോൾഡ് ചെയ്യാനായിട്ട് അങ്ങനെ വേറെ ഇഷ്യൂസൊന്നുമില്ല. ഇത്രയും വലിപ്പമുള്ളൊരു ഫോൺ ഹോൾഡ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ നമുക്ക് ഫീൽ ചെയ്യില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ഫ്ലാറ്റായിട്ടുള്ള ഒരു ഇതാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഹോൾഡ് ചെയ്യാനായിട്ട് ഭയങ്കര എളുപ്പമാണ്. നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അതിൽ വേറെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ കൈയുടെ റീച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഒറ്റ കൈ കൊണ്ട് തന്നെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും ഈ ഫോൺ നമുക്ക്. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ ഫോൺ എടുത്തു. ഇപ്പോൾ നമ്മളിങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മളൊരു മെനു നമുക്ക് ഓപ്പൺ ആക്കണം, അല്ലെങ്കിൽ നമ്മുടെ നോട്ടിഫിക്കേഷൻ ഐക്കൺ ഓപ്പൺ ആക്കണമെങ്കിൽ ജസ്റ്റ് കണ്ടോ ഇപ്പോൾ ഒരു കൈ കൊണ്ട് തന്നെ നമുക്കിവിടെ റീച്ച് ചെയ്യാം. അപ്പോൾ നിങ്ങൾ റീച്ച് ചെയ്തിട്ട് ഇങ്ങനെ ആ ഒരു ഓപ്ഷൻ ഓപ്പൺ ആക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. പിന്നെ ബ്രൈറ്റ്നസ് എല്ലാം തന്നെ നമുക്ക് കംപ്ലീറ്റ് ആക്കി വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഈ രീതിയിലുള്ള ഒരു ബ്രൈറ്റ്നസ് കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും എത്രത്തോളം ബ്രൈറ്റാണ്. നല്ല സണ്ണി ഡേയിലൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു വിസിബിലിറ്റി കിട്ടും സ്ക്രീനിൻ്റെ. ഞാൻ മാക്സിമം ഈ ഒരു നൈറ്റ് മോഡ് ഓൺ ആക്കിയിട്ടാണ് അത് യൂസ് ചെയ്യാറ്. അതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ ഈ ഒരു ബാറ്ററീൻ്റെ ഒരു ഓപ്ഷൻ കൂടെ ഓൺ ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം ഇവിടെ ഒരു ഐക്കൺ അവിടെ കാണാനായിട്ട് സാധിക്കും. ബാറ്ററി സേവറാണത്. അപ്പോൾ കുറച്ചുകൂടി ബാറ്ററി കുറച്ചാണ് യൂസ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് വരുന്നുണ്ട്. പിന്നെ സ്ക്രീനിൽ നിന്ന് നമുക്ക് വളരെ റെസ്പോൺസീവ് ആയിട്ടുള്ള സ്ക്രീനാണ്. നമ്മൾ നേരത്തെ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. ഭയങ്കര ഫാസ്റ്റാണ്, ക്വിക്കായിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും കിട്ടുന്നുണ്ട്. നമ്മൾ അത്ര ലാഗ് ചെയ്യുന്നില്ല, നമ്മൾ പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. ഇതിൻ്റെ റിവ്യൂ ഒക്കെ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത് ഫോണിൻ്റെ ഹോൾഡ് ചെയ്യുന്ന കാര്യം എത്രേ ഉള്ളൂ. സിമ്പിളായിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഞാൻ അന്ന് നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനത്തെ ഒരു ഫ്ലാറ്റ് സർഫേസിൽ വെക്കുകയാണെങ്കിൽ ജസ്റ്റ് ഫോണിങ്ങനെ ഈ ഒരു സംഭവം വരുന്നുണ്ട്. തിരിച്ചു വയ്ക്കുകയാണെങ്കിൽ യാതൊരു കുഴപ്പമില്ല. കണ്ടോ? അപ്പോൾ അതാണ് ആദ്യത്തെ കാര്യം. പിന്നീട് നമുക്ക് ബട്ടൺസ് എല്ലാം തന്നെ ഇവിടെ നമുക്ക് പവർ ബട്ടൺ ഉണ്ട്, സിമ്പിളായിട്ട് യൂസ് ചെയ്യാം. വോളിയം ബട്ടൺ ഉണ്ട്, അത് നമുക്ക് സിമ്പിളായിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ സൈഡിൽ നമുക്ക് ബട്ടൺസ് ഒന്നും വരുന്നില്ല. പിന്നെ നമുക്ക് ഹെഡ്സെറ്റ് ടൈപ്പ് സി ആണ്. ഉണ്ടോ? ടൈപ്പ് സി വെച്ചിട്ട് നമുക്ക് കണക്ട് ചെയ്യണം. അതിനകത്ത് വരുന്നുണ്ട്, അതെല്ലാം വരുന്നുണ്ട്. ബാക്കിയെല്ലാം തന്നെ വളരെ ഹാൻഡിയാണ്. പിന്നെ നമുക്ക് മേജറായിട്ട് വരുന്നൊരു പ്രശ്നമാണ് ഈ ക്യാമറയുടെ ഈ ഒരു ലെൻസിൻ്റെ മുകളിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ആ ഒരു ഫിംഗർ പ്രിൻറ്റ് നല്ലപോലെ അബ്സർവ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് ക്യാമറ നമ്മൾ ലെൻസ് ഇതിനകത്ത് കവർ ഇട്ടിട്ടുണ്ട്, ആ കവറിനകത്താണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാലും മനസ്സിലാവും അതിൻ്റെ ആ ഒരു ഫിംഗർ പ്രിൻറ്റ് പെട്ടെന്ന് വരും. കാരണം നമുക്ക് എപ്പോഴും നമ്മളിങ്ങനെ ഫോണും ഇങ്ങനെ ഉപയോഗിക്കുന്ന സമയത്ത് ഇങ്ങനെ കൈ ഇങ്ങനെ അബദ്ധവശാലും ഇങ്ങനെ തട്ടും. നമ്മളിങ്ങനെ ഉപയോഗിക്കുന്ന സമയത്ത് ഇങ്ങനെ കൈയൊക്കെ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഇത് കവറൊക്കെ ഇട്ടിട്ടുള്ളത് ഇത് എപ്പോഴും നമ്മൾ ക്ലീൻ ചെയ്യണം. അപ്പോൾ നമ്മളൊരു ഫോട്ടോയൊക്കെ വീഡിയോ ഒക്കെ എടുക്കാൻ നേരത്തെ എപ്പോഴും നമ്മൾ ഈ ലെൻസിൻ്റെ ഒരു പോർഷൻ നമ്മളെപ്പോഴും ക്ലീൻ ചെയ്ത് കൊടുക്കണം. കണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിപ്പോൾ കവർ ഇട്ടിട്ടുള്ളതാണ്ട് ഇങ്ങനെ ഇതിങ്ങനെ ഫിംഗർ പ്രിൻറ്റ് വരുന്നത്. കവർ ഇടാണ്ട് നമ്മൾ നോക്കിയിട്ടില്ല, അതെങ്ങനെയാണെന്ന് അതുകൊണ്ട് അറിയത്തില്ല. അപ്പോൾ ആ രീതിയിൽ അത് വരുന്നുണ്ട്. അത് നമുക്കെപ്പോഴും ക്ലീൻ ചെയ്തിട്ട് വേണം ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ. അതല്ലാണ്ട് വേറെ ഇഷ്യൂ ഒന്നുമില്ല. ഫ്ലാഷ് ലൈറ്റ് എല്ലാം തന്നെ അത്യാവശ്യം നല്ല പ്രകാശം കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പിന്നെ ഇനി നമുക്കിതിൻ്റെ സോഫ്റ്റ്വെയറിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോവുകയാണെങ്കിൽ തന്നെ നമുക്ക് ബാറ്ററി കപ്പാസിറ്റി ആയി നോക്കാം. നമുക്ക് സെറ്റിങ്സ് പോയിട്ട് ഇതിനകത്തിപ്പോൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളതൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിനകത്ത് അപ്ഡേറ്റ് വന്ന് കിടക്കുന്നുണ്ട്. നമ്മൾ ഒരു അപ്ഡേറ്റും ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ബാറ്ററീൻ്റെ ഒരു സെക്ഷനിൽ പോവാം. ബാറ്ററി ഇൻഫർമേഷനിൽ പോവുകയാണെങ്കിൽ നമുക്ക് ബാറ്ററി കപ്പാസിറ്റി നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ മനസ്സിലാവും. 5000 mAh ബാറ്ററിയാണ് ഇതിന് വരുന്നത്. ഇപ്പോൾ 68% ബാറ്ററി ഉണ്ട്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ബാറ്ററി യൂസേജ് വരുന്നുണ്ട്. ഞാൻ ഉദ്ദേശിച്ചതിനൊക്കെ നല്ല രീതിയിലുള്ള ഫാസ്റ്റായിട്ടുള്ള യൂസേജ് വരുന്നുണ്ട്. അതിൻ്റെ മെയിൻ കാരണം ഞാൻ പറഞ്ഞുതരാം. സെറ്റിങ്സിൽ നമുക്ക് ഡിസ്പ്ലേയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഞാനതിൻ്റെ ആ ഒരു പറഞ്ഞുതരാം. സെറ്റിങ്സിൽ പോയിട്ട് നമുക്ക് ഡിസ്പ്ലേ എടുത്തിട്ട് നമുക്കിവിടെ സ്ക്രീൻ റെസൊല്യൂഷൻ ഉണ്ട്. ഇത് ഞാൻ മാക്സിമം ഇട്ടിട്ടാണ് ഉപയോഗിക്കുന്നത്. കാരണം ഇത്രയും നല്ലൊരു ഫോൺ മേടിച്ചിട്ട് നമ്മൾ ഇത് HD+ അല്ലെങ്കിൽ FHD+ ഒന്നും ഇട്ടിട്ട് ഉപയോഗിച്ചിട്ട് യാതൊരു കാര്യമില്ല. ഇതിൻ്റെ ഒരു ഫുള്ളായിട്ടുള്ള സ്ക്രീനിൻ്റെ നമുക്കൊരു ഇത്രയും നല്ലൊരു തെളിമ കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ ഈ ഒരു സംഭവത്തിലിട്ട് ഉപയോഗിച്ചാലാണ് കിട്ടുള്ളൂ. പക്ഷേ അവർ ഓൾറെഡി പറയുന്നുണ്ട് ഇതിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ബാറ്ററി ഡ്രെയിൻ വരുന്ന അവർ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും നമുക്ക് ബാറ്ററി അത്രയും ഒരു ക്വിക്കായിട്ട് കിട്ടാറ്. നമുക്ക് ഒരു ദിവസമാണ് ബാറ്ററി കിട്ടാറുള്ളൂ.
ഒരു ദിവസം കൂടുതൽ കിട്ടാറില്ല. ഒരു ദിവസം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ദിവസം 2 തവണ ചാർജ് ചെയ്യണം. രാവിലെ ഒന്ന് ചാർജ് ചെയ്യണം, പിന്നെ വൈകുന്നേരം ഒന്ന് ചാർജ് ചെയ്യണം. പിന്നെ കൂടുതൽ നമ്മൾ മൊബൈൽ ഡാറ്റയാണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ടായിരിക്കാം പെട്ടെന്ന് ബാറ്ററി അങ്ങനെ നല്ലപോലെ കുറവ് വരുന്നുണ്ട്. ഇതിപ്പോൾ 100% ആക്കിയാലും പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് ബാറ്ററി. പക്ഷേ അങ്ങനെ മറ്റുള്ള ആൾക്കാർ പറയുമ്പോൾ ഫോൺ അങ്ങനെ ഹീറ്റിംഗ് അങ്ങനെ ഇഷ്യൂ ഒന്നുമില്ല. അപ്പോൾ ബോഡി സൈഡ് പാനലാണെങ്കിലും അങ്ങനെ വലിയ ഹീറ്റിംഗ് ഒന്നും വരുന്നില്ല. PUBG ഗെയിമൊക്കെ കളിക്കുമ്പോഴായാലും അങ്ങനെ ഫോൺ അങ്ങനെ കാര്യമായിട്ടൊന്നും ഹീറ്റ് ആവുന്നില്ല. സാധാരണ ഒരു ഡിവൈസ് എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത് ആ ഒരു അത്രയും ഒരു ഹീറ്റിംഗ് മാത്രമേ വരുന്നുള്ളൂ. അതിന് നല്ല വേറെ അങ്ങനെ പ്രശ്നമൊന്നുമില്ല. പിന്നെ ക്യാമറയാണെങ്കിലും നമ്മളതിന് നല്ല രീതിയിലൊക്കെ യൂസ് ചെയ്ത് നോക്കി. ക്യാമറയിൽ അങ്ങനെ വേറെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നും വരുന്നില്ല. എല്ലാം നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് ഇതിനകത്ത്. ഓക്കെ, അപ്പോൾ അതിലും വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും വരുന്നില്ല. അത്യാവശ്യം നല്ല നമുക്ക് ഹാൻഡി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഫോണാണ്. അങ്ങനെ വലിയ എനിക്ക് വേറെ അങ്ങനെ മേജർ ഡിഫോൾട്ടായിട്ടൊന്നും പ്രത്യേകിച്ച് അങ്ങനെ കുറ്റമായിട്ടൊന്നും പറയാനായിട്ട് തോന്നിയിട്ടില്ല. ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും നമുക്കിവിടെ വരും. ഇവിടെ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ കുറച്ച് മെനു ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. നമുക്ക് പെട്ടെന്ന് എടുക്കേണ്ട ക്വിക്കായിട്ട് എടുക്കേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ വേണമെങ്കിൽ ഇടാം. പിന്നെ ഇതിൻ്റെ മുകളിലോ ഇതിലാണ് കംപ്ലീറ്റ് കാര്യങ്ങൾ ഇവിടെ തന്നെ വരുന്നുണ്ട്, ഇതിനകത്ത് തന്നെ വരുന്നുണ്ട്. നമുക്കിങ്ങനെ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. മേജറായിട്ട് നമുക്ക് എപ്പോഴും ഡെയിലി യൂസേജിനുള്ള സംഭവങ്ങളൊക്കെ ഇതിനകത്ത് വരും. സ്ക്രീൻഷോട്ട് എടുക്കുന്ന കാര്യങ്ങളെല്ലാം വരും. പിന്നെ ഇന്നത്തെ ഈ വയർലെസ് ഡെസ്ക് എന്നൊരു സംഭവമുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഫോൺ ഒരു PC ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കമ്പ്യൂട്ടർ പോലെ ഉപയോഗിക്കാൻ പറ്റും. അതിനുള്ളൊരു ഓപ്ഷൻ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൻ്റെ ഒരു ഈ 30 ദിവസത്തെ റിവ്യൂവിൽ പറയാനുള്ളത്. അത്യാവശ്യം നല്ല സ്ക്രീനാണ്. എനിക്ക് സ്ക്രീനാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിൻ്റായിട്ട് തോന്നിയത്. നല്ല സ്ക്രീനാണ്. നമുക്ക് ഇതിനകത്ത് വാൾപേപ്പറും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഒരു ഫീലും കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ക്ലോക്കും കാര്യങ്ങളൊക്കെ പല രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് സെറ്റ് ചെയ്യാൻ പറ്റും. ക്ലോക്കിനെല്ലാം തന്നെ ഒരു കസ്റ്റമൈസേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ഫീൽ തന്നെ, പോസിറ്റീവ് ഫീൽ തന്നെയാണ് ഇതുവരെ കിട്ടിയത്. അങ്ങനെ വേറെ ഈ കംപ്ലൈൻ്റ് ആയിട്ടൊന്നും പറയാനില്ല. പിന്നെ നമുക്ക് ഇതിനകത്ത് ഇപ്പോൾ ഞാൻ സ്ക്രീൻ കാർഡ് ഞാൻ തന്നെയാണ് ഒട്ടിച്ചത്. അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ തന്നെയാണ് സ്ക്രീൻ കാർഡ് ഒട്ടിച്ചേക്കണേ. പക്ഷേ ഈ സ്ക്രീൻ കാർഡ് ഒട്ടിച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു ഫിംഗർ പ്രിൻറ്റ് സെൻസറിന് ചെറിയൊരു റെസ്പോൺസ് കുറവുണ്ട്. അത് ഈ ഫോണിന് എങ്ങനെ തന്നെയാണോ അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മുടെ റെസ്പോൺസിൽ ചെറിയൊരു കുറവ് വന്നിട്ടുണ്ട്. നമ്മൾ ഈ ഫിംഗർ പ്രിൻറ്റ് ഈ ഒരു ടാമ്പർഡ് ഗ്ലാസ് ആണത്. ഗ്ലാസ് ഒട്ടിച്ചതിന് ശേഷം നമ്മൾ ഈ കൈ വയ്ക്കുമ്പോൾ ചെറിയൊരു ഡിലേ വരുന്നുണ്ട്. കുറച്ചുകൂടി നമ്മൾ അധികം ഇതിനകത്ത് പ്രസ് ചെയ്ത് കൊടുക്കേണ്ട ആ ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട്. കൂടുതൽ നമ്മൾ ബാങ്കിൻ്റെയൊക്കെ ആപ്ലിക്കേഷനൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മളിങ്ങനെ കൈ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സ്കാൻ ചെയ്യാൻ ഇച്ചിരി മടിയുണ്ട്. ചിലപ്പോൾ അത് ഈ ഗ്ലാസ് സ്ക്രീൻ കാർഡ് ഒട്ടിച്ചുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു വിഷമമുള്ളത്. അപ്പോൾ അത് മാറ്റി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതങ്ങനെ ഒരു കംപ്ലയിൻ്റ് അല്ല. അത് ചിലപ്പോൾ സ്ക്രീൻ കാർഡും കൂടെ ഉള്ളതുകൊണ്ട് അത്രയും ഗ്യാപ്പ് ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ വരുന്നതുകൊണ്ടായിരിക്കും അത് റെസ്പോണ്ട് ചെയ്യാൻ അത്ര താമസം. അപ്പോൾ ഇതിന് മുന്നേ ഒട്ടിക്കണതിന് മുന്നേ നല്ല ക്വിക്കായിട്ട് റെസ്പോണ്ട് ചെയ്തിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് നല്ല ഫാസ്റ്റായിട്ട് ഇത് റെസ്പോണ്ട് ചെയ്തിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൻ്റെ ചെറിയൊരു ഡിലേ വരുന്നുണ്ട്. ആ ഒരു സൂപ്പർ സോണിക് സ്പീഡൊന്നും കിട്ടുന്നില്ല. ഉണ്ടോ, ചെറിയൊരു ഡിലേ വരുന്നുണ്ട്. സെക്കൻഡ്സിൻ്റെ വ്യത്യാസമുള്ളൂ. അതൊന്നും വലിയ പ്രശ്നമായിട്ട് നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ അത്രയ്ക്കുള്ള നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ചെറിയൊരു റിവ്യൂ ആയിട്ട് പറയാനുള്ളത് 1 മാസത്തെ. അപ്പോൾ നമ്മൾ ഇനിയും ഉപയോഗിച്ചതിന് ശേഷം എന്തെങ്കിലും അപ്ഡേറ്റ് ഒക്കെ ചെയ്തതിന് ശേഷം എന്തെങ്കിലും കാര്യങ്ങൾ ഷെയർ ചെയ്യാനാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഷെയർ ചെയ്യുന്നതാണ് നമ്മുടെ ചാനൽ വഴി. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആൾക്കാർ ജസ്റ്റ് ചാനലൊന്ന് നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ കോമൻറ്റ് ഈ ഒരു ഫോണിനെ പറ്റി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് ചോദിക്കുക. നമ്മൾ മാക്സിമം എല്ലാത്തിനും റിപ്ലൈ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ഡിലൈറ്റിൻ്റെ എല്ലാ ഫ്രണ്ട്സിനും നന്ദി, നമസ്കാരം.